ദുർഗ, മോള് കുറെ നേരമായി വന്നിട്ട്. കുറച്ചു നേരായി. നീ ഇവക്ക് കുടിക്കാൻ വല്ലതും കൊടുത്തോ? അതെല്ലാം കൊടുത്തു. അവൾ അവളുടെ ചെറിയച്ഛനെയും ചെറിയമ്മേനെയും കാണാൻ വന്നതാ. ഗായു, നീ ഞാനൊന്നുമില്ല, നിങ്ങളുടെ ഏട്ടൻ തന്നെയാ പറഞ്ഞു. ചെറിയച്ഛന് എൻ്റെ അച്ഛനോട് എന്നോട് ദേഷ്യമുണ്ടോ? നിങ്ങളോട് എനിക്കെന്ത് ദേഷ്യമല്ല, പരിഭവം. ഏട്ടന് ഞങ്ങളെ കെട്ടിച്ച് പോകുന്നതിന് മുന്നേ ഒരു വട്ടെങ്കിലും എന്നോടെങ്കിലും പറയായിരുന്നു. ഇതിപ്പോ ഒന്നായിരുന്ന രണ്ട് കുടുംബങ്ങളെ പിരിച്ചിട്ടാ ഏട്ടന്റെ ഇഷ്ടമുള്ള പെൺകുട്ടിയുടെ കൂടെ പോയത്. അതാ എനിക്ക് തീരെ താങ്ങാൻ പറ്റാതെ. ഒരുപാട് സങ്കടപ്പെടുത്തിയെന്നറിയാം എൻ്റെ അച്ഛനും അമ്മയും. അവരോട് ഒന്ന് ക്ഷമിച്ചൂടെ? അവരോട് രണ്ടുപേരോടും ക്ഷമിക്കേണ്ടത് ഞാനല്ല, ഞങ്ങളുടെ അച്ഛനാ. ഒറ്റ സുഹൃത്തിന്റെ മകളെ കൊണ്ട് അവളുടെ കല്യാണത്തലേന്ന് മകനോട് ചേടിയ ഏതച്ഛനാ സഹിക്കാൻ പറ്റുക? അതൊക്കെ കഴിഞ്ഞ വർഷങ്ങളായില്ലേ, ഇനിയെങ്കിലും അച്ഛനൊന്ന് ക്ഷമിക്കായിരുന്നു. ഗായു, നീ എന്താ ഒന്നും അറിയാത്ത മാതിരി? അതെന്താ ചെറിയച്ഛ? ഒന്നുമില്ല, നിനക്ക് നിന്റെ മുത്തശ്ശന്റെ സ്വഭാവം അറിയാത്തോണ്ടാ. അച്ഛൻ ഒരാളോട് ക്ഷമിക്കുക കുറച്ച് പാടാ. അതൊക്കെ ഞാൻ പുഷ്പം പോലെ മാറ്റിത്തരാം. ചെറിയമ്മ അങ്കിയും അടുത്ത പ്രാവശ്യം മുത്തശ്ശൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാനോടി പോരട്ടെ? മോളെ, അത് വേണോ? പ്ലീസ് ചെറിയച്ഛ, ഞാനൊന്ന് അവരെ കണ്ടോട്ടെ. എനിക്ക് അവരെ ഒന്ന് കാണാനാ. ഞാൻ ആരാണെന്ന് അവരോട് പറയുന്നില്ല. അങ്കിതയുടെ ഫ്രണ്ടാന്നും പറഞ്ഞ് ഒന്ന് പോട്ടെ ഞാൻ. നീ വിഷ്ണുവിനോട് ചോദിച്ചോക്ക്, അവൻ സമ്മതിച്ചാ നീ പോയിക്കോ. പിന്നെ മുത്തശ്ശന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏട്ടനോട് ചോദിച്ചാൽ ഏട്ടൻ പറഞ്ഞു തരും. അതിനുശേഷം നീ തീരുമാനിച്ചോ പോണോ പോണ്ടിയോ എന്ന്. പിന്നെ ഇന്നൊരു ദിവസം ഞങ്ങളെ കൂടെ ഇവിടെ നിൽക്കുന്ന മോള്. ഞാനത് അവളോട് ചോദിച്ചതാ. അപ്പൊ പറയാ നിങ്ങൾക്ക് ദേഷ്യായിരിക്കും, അതുകൊണ്ട് നിൽക്കുന്നില്ലെന്നും. അങ്ങനെയൊന്നുമല്ല, എന്നെ കാണുമ്പോ ചെറിയ റിയാക്ഷൻ എന്താ അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ. എന്തായാലും ഗായു, നീ ലക്ഷ്മിയെ വിളിച്ചു പറ, ഇന്ന് അവളെ ഇവിടെ നിന്നോട്ടെ. അതെ കേട്ടാ. ലക്ഷ്മി, വിഷ്ണുട്ടോ, ഞാൻ കിച്ചണിലാ, ഇപ്പൊ വരാം. മോളെവിടെ വന്നോ? അത് പിന്നെ അവള് ഗായത്രിയുടെ അടുത്ത് പോയി. എന്ത്? ഇന്ന് പോകുമ്പോ എന്നോട് ചെറിയമ്മയും ചെറിയച്ഛനെയും കണ്ടിട്ടേ വരുമെന്ന് പറഞ്ഞു പോയതാ. അവിടെ എത്തിയപ്പോ ദേവേട്ടനും ഗായത്രിയും വിട്ടില്ലാന്ന് തോന്നുന്നു. അവൻ നിന്നെ വിളിച്ചോ? ദേവേട്ടനല്ല, ഗായത്രി വിളിച്ച്. നാളെ നമുക്കൊന്ന് അവരെ പോയി കണ്ടാലോ? നമുക്ക് നോക്കാം. ഞാൻ കുളിച്ചിട്ട് വരാം, നീ ഫുഡ് എടുത്ത് വെക്ക്. എനിക്ക് നിന്നോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താടി? ശിവസാറ്, എനിക്ക് തോന്നി നിനക്ക് അങ്ങേരെ കാര്യം തന്നെയാ പറയാനുള്ളത്. എന്താ മോളെ, ഇളക്കം തട്ടിയോ? എടി അതല്ല, പിന്നെ ശിവസാറ് ലക്ഷ്മിയമ്മയുടെ ഏട്ടന്റെ മകനാ. എന്ത്? ആടി, എന്നോട് ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാനിത് അറിയുന്നത്. അച്ഛനോടും അമ്മയോടും പകരം വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ശിവസാറ് ശക്തിയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ശിവസാർ എന്തിനു പകരം വീട്ടാൻ വരുന്നു? അതിന് ശിവസാറോട് നിന്റെ അച്ഛനും അമ്മയും എന്താ ചെയ്തേ? നമ്മളറിയാത്ത ഈ കഥയിൽ വേറെന്തൊക്കെ ഭാഗങ്ങളുള്ള പോലെ എനിക്ക് തോന്നുന്നേ. അല്ലാതെ എൻ്റെ അമ്മേൻ്റെ കുടുംബത്തിന് ഇത്രമാത്രം എന്ത് പകയായിരിക്കും അച്ഛനോടും അമ്മയോടും ഉണ്ടാവുക? നിനക്കറിയോ, എൻ്റെ അച്ഛനെ ബിസിനസ്സിലടക്കം വളരാൻ സമ്മതിക്കാത്തത് വർമാസ് ഗ്രൂപ്പാ. ഒരു വട്ടം ഒളിച്ചോടി എന്നതിന് പേരിൽ എന്തിനാ എൻ്റെ അച്ഛനോട് ഇവർക്ക് ഇത്രയും ദേഷ്യം? പിന്നെ ശിവസാർക്ക് ഇതെല്ലാം അറിയെങ്കിൽ പിന്നെന്തിനാ ശിവസാർ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ വയ്യ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, പക്ഷേ അതിപ്പോൾ നിന്നോട് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നീ ഇതിപ്പോൾ എന്നോട് പറഞ്ഞത് നന്നായി. ഇനി ശക്തിയോട് എന്ത് പറയണമെന്ന് ഞാനൊന്നു കൂടി ഒന്ന് ആലോചിക്കട്ടെ. പക്ഷേ എടി, എനിക്ക് തോന്നുന്നത് ശക്തിക്കൊന്നും അറിയില്ലെന്നോ. അവന് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒരിക്കലും അവൻ ഇത്രയും ഇന്നസെന്റ് നമ്മളോട് സംസാരിക്കില്ല. അത് നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. വിഷ്ണുട്ടാ, എന്താടി രാവിലെ തന്നെ കയറ് പൊട്ടിക്കുന്നേ? ഇങ്ങോട്ട് വന്ന് ഇതാരാ വന്നിക്കുന്നത് നോക്കി. ആര്? ദേവ. ഏട്ടാ, ഐ എം സോറി ഏട്ടാ, ഐ എം റിയലി സോറി. നീ എന്തിനാ സോറി പറയണ്ടേ? ഞാനല്ലേ നിന്നോടൊക്കെ തെറ്റ് ചെയ്ത്. അതൊക്കെ എന്നോ കഴിഞ്ഞ കാര്യമില്ലേ വിഷ്ണുട്ടാ, ഇപ്പോഴും അതൊക്കെ ചിന്തിച്ചിരിക്കാണോ? ഗായത്രി, അങ്കി, എന്താ വന്നപ്പോ അവിടെ നിന്നളഞ്ഞ് ആ കേറും. ഞാൻ ചായ എടുക്കാം. ഏട്ടത്തി, ഞാനും വരാം. പിന്നെ നീ പറ, എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? നല്ല രീതിയിൽ തന്നെ പോന്നു. ഇപ്പോ ടൗണിൽ പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ. നന്നായി.
പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? എനിക്ക് മനസ്സിലായി ഏട്ടൻ എന്താ പറയാൻ പോന്നെന്ന്. അച്ഛന്റെ കാര്യല്ലേ. ഇത്ര കൊല്ലായിടാ അവർ രണ്ടുപേരും ഒറ്റയ്ക്ക്. നീ എന്ന് ചെല്ല്. എന്നോടുള്ളത്ര വൈരാഗ്യം അച്ഛനുണ്ടാവില്ല. അവർക്ക് പ്രായമേറി വരില്ലേ. ഇനി അവരെ എങ്ങനെ ഒറ്റയ്ക്ക് ഇടണം? തോന്നല് അച്ഛനോട് വേണ്ടേ? അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതിന് ശേഷം ഒരു വട്ടം പോലും എന്നെ വിളിച്ചില്ല, അറിയോ? ഇടയ്ക്ക് ഗായത്രി മോളും പോയി 2 ദിവസം അവിടെ നിൽക്കും. തിരിച്ചു വരുമ്പോ കയ്യിൽ ഒരു കെട്ട് സാധനം ഉണ്ടാവും എനിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ. എന്നാ അപ്പോഴെങ്കിലും അവരോടെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോ എന്നെയും കൂടി കൂട്ടിയിട്ട് വരാൻ പറയും. അതില്ല. അച്ഛൻ ഇപ്പോഴും അച്ഛന്റെ വാശി ജയിക്കണമെന്നാ. എന്നാ അച്ഛൻ അങ്ങനെ ജയിക്കട്ടെ. അച്ഛന്റെ വാശി നിനക്കറിയില്ലേ. നിനക്കൊന്ന് താന്നോർത്തൂടെ? നോക്കാം. പിന്നെ നീ അറിഞ്ഞിട്ടുണ്ടാവില്ല, ദുർഗയുടെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു. അടുത്ത മാസം എൻഗേജ്മെന്റ് ഉണ്ടാവും. നീ എന്തായാലും ഇവിടെ ഉണ്ടാവണം. അവളുടെ എൻഗേജ്മെന്റിന് ഫാമിലി എന്ന് പറയാൻ ആരുണ്ടാവില്ല എന്ന കരുതി ഇപ്പോ നിങ്ങളുണ്ടല്ലോ. അതിനെ കുറിച്ചുകൂടി ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന്. എന്തിനാ ഏട്ടാ ഇത്ര പെട്ടെന്ന്? കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയിട്ട് നോക്കിയാൽ പോരായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നടാ. പക്ഷേ സാഹചര്യം മറിച്ചായിപ്പോയി. ലക്ഷ്മി വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു എന്നെ കൊണ്ടാകുമെങ്കിൽ എന്തെങ്കിലും സഹായിക്കായിരുന്നു. പക്ഷേ ഇത്രയേറെ പണം ആയതുകൊണ്ട് എനിക്കൊരു വഴിയില്ല. ഏട്ടൻ അറിയാലോ എന്റെ അവസ്ഥയല്ല. അതൊന്നും സാരില്ലടാ, നമുക്ക് നോക്കാം, എന്തെങ്കിലും വഴിയുണ്ടാവും. ശക്തി, എടാ നിന്റെ ഏട്ടൻ വന്നോ? അറിയില്ലടാ, ഇന്നലെ വൈകുന്നേരത്തെ ട്രെയിനിൽ കയറിയെന്നാ പറഞ്ഞത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും വരെ വന്നിട്ടില്ല. ഇത് ചിലപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വരികയാണോന്ന് അറിയില്ല. ആ അല്ല, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇതെന്ത് പറ്റി? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കാം. എന്താ കടന്നിൽ കുത്തി മാതിരി രണ്ടുപേരുടെ മുഖം? അത് കള്ളം. എന്താടാ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തെറ്റിയോ? എന്നാണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്ക്. നിർത്തി എങ്ങനെ ഇരിക്കില്ലേ, എന്തോ പോലെ തോന്നുന്നു. ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ ബുക്സ്. ദുർഗ, നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓൾ ഓഫ് യു, ഞാൻ കഴിഞ്ഞ ആഴ്ച തന്ന അസൈൻമെന്റ് ഇന്ന് തന്നെ എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. അത് ഞാൻ ഇന്നലെ നോക്കിയപ്പോ അതിൽ കുറച്ച് കറപ്ഷൻസ് കണ്ടത്. മാറ്റി ചെയ്യാന്ന് കരുതി ഞാനത് മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു. ഇനിയിപ്പോ എപ്പോ ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, അടുത്ത പീരീഡ് റസീന മിസ് അല്ലേ, നമുക്ക് ലൈബ്രറി പോരുന്ന ചെയ്യാം. ആ ദുർഗ എനിക്ക് തള്ളി പോന്ന്. വാ എടാ വേണ്ട, ശിവസാർ വന്നിരിക്കുന്നു. അതിന് പീരീഡ് സ്റ്റാഫ് മീറ്റിംഗ്, നീ പേടിക്കണ്ടോ? ഹായ് ദുർഗ, എന്താണ് ബുക്ക് എടുക്കാൻ വന്നതാണോ? എന്താ പറഞ്ഞടി നീ? കൈയെടുക്കട അവളുടെ കൈ വന്നു. ഇനി മേല നിന്റെ ഏറ്റവും നേലം കിളികളുടെ മേൽ പതിഞ്ഞ ഒരു വട്ടം വാൺ ചെയ്ത് വിട്ടാ നിന്നെയൊക്കെ. പിന്നെ എന്തിനാണ് തല്ല് വാങ്ങിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞെന്റെ മുന്നിൽ വരുന്നത്? അന്ന് കിട്ടിയ നിനക്ക് മതിയാവില്ലെന്ന് തോന്നി, അതോ ഇന്നുകൂടി തന്നെ? ഇനി മേല ഇവളുടെ നേലവട്ടത്താൻ നിന്നെ കൊണ്ട. നിന്റെ അച്ഛനും അമ്മയ്ക്കും വായിക്കിട്ടാൻ പോലും നീ ഉണ്ടാവില്ല. മനസ്സിലായടാ? നീയൊക്കെ ഒരു ഒറ്റയ്ക്ക് എന്താ കയറി? വാ തുറന്ന് പറയരുത്. അത് നാളെ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ക്ലാസ് പോ. ഞാനും പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അറിയില്ല, പക്ഷെ എന്തായാലും അതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ പോകുന്നതും ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു? അത് പിന്നെ അമ്മക്ക് അതിന് കുറവുകൂടി ഉണ്ടായി. സീനൊന്നും കാണാൻ പറ്റിയില്ല. പദം വന്ന് കാണില്ലോ. എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ശിവസാറോട് റെസ്പെക്ട് ഒക്കെ തന്നെ അല്ല ദുഃഖ? ഇവക്ക് എന്ത് പറ്റി? ഒരുമാതിരി സ്ട്രേഞ്ചറോട് പെരുമാറുന്ന മതി. എന്താണ് ഒരു ഷോപ്പിംഗ് ഒക്കെ? അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ നോ എന്ന് പറയരുത്. ഞാൻ നിന്നോട് എന്തിനെങ്കിലും നോ പറഞ്ഞിരിക്കും. പക്ഷെ ഇതിന് പറയേ എനിക്കറിയാം. എന്നാ പിന്നെ പറയാതിരുന്നാ പോരെ? പക്ഷെ എനിക്ക് പറയണം. എന്നാ പറ.
അച്ഛാ, അടുത്ത ആഴ്ച ഇലക്ഷൻ കാരണം ഞങ്ങൾ കോളേജിൽ ലീവാ. ആണോ? നന്നായി. ഇന്നപ്പോ കുറച്ച് ദിവസം വീട്ടിലിരിക്കാലോ. അതല്ല, ഞാന് അങ്കിയുടെ കൂടെ തറവാട് വരെ ഒന്ന് പോയാലും. ഇവിടേക്ക് വൈകുണ്ഠത്തിലേക്കോ? എനിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്ന് കാണാൻ തോന്നും. വേണ്ട, പോണ്ട. പ്ലീസ് അച്ഛാ, എനിക്ക് പോകണം. എനിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഒട്ടെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹം. അതുകൊണ്ട് നിനക്ക് നിന്റെ മുത്തശ്ശന്റെ സ്വഭാവം അറിയാറ്റും. നീ ആരാണെന്നാണ് അപ്പം നിന്നെ വീട്ടിൽ നിറക്കിയത്. നിനക്കറിയാത്? അതിന് ഞാൻ ആരാണെന്ന് അവിടെ പറയുന്നില്ലെന്ന്. ഞാൻ അങ്കിയുടെ കൂടെ അങ്കിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പോയിക്കോളാം. മോളെ, എനിക്ക് പേടിയാണ്. അച്ഛൻ വിഷ്ണുട്ട, അവൾ പോയിക്കോട്ടെ. എന്തായാലും അവളുടെ എൻഗേജ്മെന്റ് അല്ലേ അടുത്ത മാസം. അവരറിയാതെ അവരെ കണ്ട് അവളുടെ അനുഗ്രഹം വാങ്ങി വന്നോട്ടെ. അതെ അച്ഛ, പ്ലീസ് 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 മോളെ, അത് പ്ലീസ്. ശരി, നീ പോയിക്കോ. പക്ഷെ അവിടെ പോയിട്ട് നിന്റെ വികൃതി ഒന്നും അവിടെ കാണിക്കരുത്. നിന്റെ മുത്തശ്ശൻ വളരെ കർക്കശക്കാരനാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, കുളിക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഒരുപാട് ചിട്ടകളുണ്ടാവണം. നിനക്കതെല്ലാം പറ്റുമോ? രാവിലെ എന്ന് പറയുമ്പോ എത്ര മണിയാ? അവിടെ 5 മണിക്ക് ശേഷം ആരും ഉറങ്ങിയിട്ടില്ല. ഈശ്വര, ഒരാഴ്ചയല്ലേ, നമുക്ക് നോക്കാം. ഇവിടെ അവിടെ നിന്ന് അധികം അച്ഛൻ്റെ ചീത്ത ഏൽപ്പിക്കും. അങ്ങനെയൊന്നുമില്ല. എന്നാ ഞാൻ പോവേ. ഞാൻ അങ്ങനെ അനുസരിയട്ടെ. മുത്തശ്ശനും കാണാൻ പോകുന്നപ്പോ അവളുടെ സന്തോഷം നോക്കി. എനിക്ക് സന്തോഷം. എനിക്കുള്ളൊരു പേടി. അവൾ ആരാണെന്ന് പറഞ്ഞാൽ അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യും? ഒന്നും സംഭവിക്കില്ല. അതിന് അവൾ ആരാണെന്ന് പറഞ്ഞെന്ന് പറയില്ലല്ലോ, പിന്നെന്താ? എടി അങ്കി, നിന്റെ കോൾ ഞാൻ പ്രതീക്ഷിച്ചതാ. അടുത്ത ആഴ്ച ഇലക്ഷൻ കാരണം കോളേജ് ലീവാണ് അറിഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായി. എന്താണ്, എവിടേക്കാണ് ട്രിപ്പ്? അങ്ങ് കാവും തറയിൽ വൈകുണ്ഠത്തിലേക്ക്. എടി, തറവാട്ടിലേക്കോ? അതിന് നീ എന്തിനു ഞെട്ടണേ? എടി, നിനക്ക് പോകണം നിർബന്ധമാണോ? അതെന്താ ഞാൻ പോയാലും? എടി, നിന്റെ കയ്യെടുത്ത് വെച്ച് അവിടെ പോയ പിറ്റേന്ന് തന്നെ മുത്തശ്ശിനെ ചവിട്ടി പുറത്താക്കും. നിങ്ങളെല്ലാവരും എന്തിനിങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ ഞാനൊരു ധൈര്യത്തിലാ പറഞ്ഞു. വെറുതെ കെട്ടി കടിച്ചിട്ട് എന്റെ എല്ലാ കോൺഫിഡൻസ് പോക്കല്ലേ. ഞാനൊന്നും പറയുന്നില്ല, ഞാനവിടെ ചോദിച്ചു നോക്കട്ടെ. എന്നാ നീ വേഗം അവിടെ ചോദിച്ചിട്ട് വിളിക്ക്. എടി, നിങ്ങൾ അറിഞ്ഞോ അടുത്താഴ്ച മുഴുവൻ ക്ലാസ്സിലാണ്, ഇലക്ഷനാണ് പോലും. ഞങ്ങൾ ഇന്നലെ അറിഞ്ഞായിരുന്നു. എടി, അങ്ങനെയാണെങ്കിൽ എന്റെ നാട്ടിലേക്ക് പോകുന്നത് നിങ്ങൾ? ശക്തി, അത് വേണോ? സോറി ശക്തി, ഞങ്ങൾക്ക് വരാൻ പറ്റും തോന്നില്ല. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? എന്നാ അങ്കിതയോടും ചോദിക്കുന്നില്ല. ഇവിടെയില്ലെങ്കിൽ നീയും ഉണ്ടാവില്ലല്ലോ. നമുക്കെന്തായാലും പോകണ്ട ഒരു ദിവസം അവിടെ. എനിക്കെന്തായാലും നിന്റെ അച്ഛനെയും മുത്തശ്ശനെയും ഒന്ന് കാണണം. അതെന്തിനാ? വെറുതെ ചുമ്മാ ഒന്ന് കാണാൻ. ഞാൻ റെഡി, പോവാം. ഓ, അവളുടെ ഒരു ഉത്സാഹം കണ്ടില്ലേ? ഈ പെണ്ണെ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. എന്റെ അമ്മ എല്ലാം ഓർമ്മയുണ്ട്. നല്ല കുട്ടിയായിരുന്നോളാം. ഒരു കച്ചറയും കളിക്കില്ല. മുത്തശ്ശൻ പറയുന്ന എല്ലാം കേട്ടോളാം. പോരെ? ദേവ, ഒന്ന് നോക്കണേ. ഏട്ടത്തി പേടിക്കണ്ട ഏട്ടത്തി, ഞാൻ നോക്കിക്കോളാം. ഏട്ടാ, എന്നാ ഞങ്ങളറിഞ്ഞു. ആ, അമ്മേനോട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞേക്ക്. ആ ഏട്ടാ. ബൈ ഗൈസ്. ആ, സൂക്ഷിച്ചു പോയിട്ട് വാ. അവിടെ പോയി ഗുരുത്തക്കേടൊന്നും കാണിക്കാതിരുന്നാ മതിയായിരുന്നു. ദേവേട്ട, എപ്പോഴും നിങ്ങൾ ഓടിക്കണ്ട കേട്ടോ. നമുക്ക് മാറി മാറി ഓടിക്കാം. ആ, ആ, നിങ്ങൾ വന്നോ? ഞാൻ രാവിലെ തൊട്ട് കാത്തിരിക്കുക. ദേവ, എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്. ഇന്നലെ ഇവള് വിളിച്ച് നീയും കൂടെ ഉണ്ടാവും പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അമ്മ, അച്ഛനെവിടെ പോയി? ഞാനിവിടെ തന്നെയുണ്ട്. അച്ഛ, ഞാൻ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയ നിനക്ക് ഇപ്പോഴാണോ തിരിച്ച് വീട്ടിൽ വരാൻ തോന്നിയത്? അച്ഛ, അത് ഇതാരാ പുതിയൊരാള് കൂടെ? അത് പിന്നെ ഇത് അങ്കിമോളുടെ ഫ്രണ്ടാ. അവർക്ക് ഒരാഴ്ച ക്ലാസ് ലീവാണല്ലോ. അപ്പോൾ അവൾക്ക് വീട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന്.
അതെന്താ അവളുടെ വീട്ടിൽ പ്രശ്നം? അതന്നെ, അവളുടെ വീട് കുറച്ച് ദൂരെയാണ്. കോളേജിൽ ഹോസ്റ്റലിലായി നിൽക്കല്. ഇപ്പോൾ ലീവിന് പോയി വരാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവളുടെ കൂടെ ഇങ്ങ് പോന്നാ. ആ, എന്നാ നിങ്ങളിവിടെ ഇരിക്കേ, എനിക്ക് ഓഫീസിൽ പോയിട്ട് കുറച്ച് വർക്കുണ്ട്. രണ്ടാം മക്കളുണ്ടായിട്ടും ഫാമിലി ബിസിനസ് ഒറ്റയ്ക്ക് നോക്കി നടത്തേണ്ട അവസ്ഥയായിട്ട്. അച്ഛനൊരു മാറ്റവും ഇല്ല അല്ലേ? അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം പിന്നെ ഇങ്ങനെ എല്ലാത്തിനോടും ദേഷ്യം. പക്ഷേ ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടായിട്ട് അത് മറച്ചു പിടിക്കാനും പുറത്ത് കാണിക്കാൻ ദേഷ്യം. അതെനിക്ക് മാത്രമേ മനസ്സിലാവും. ആ, അത് വിട്. നിങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, പോയി ഫ്രഷ് ആയി. ഞാൻ ഫുഡ് എടുത്ത് വെക്കാൻ പറയും. കല്യാണി ആരെങ്കിലും വിട്ട് ഇവരുടെ ലഗേജ് ഒന്ന് റൂമിലെത്തിക്കണം. പിന്നെ ഇവർക്കുള്ള ഫുഡും. ശരി മുത്തശ്ശി. കല്യാണി, അങ്കി, നീ എപ്പോഴും വന്നേ? ഞാൻ കുറച്ച് നേരമായിട്ടുള്ളൂ. ആ, ദുർഗ, ഇത് കല്യാണി, നമ്മുടെ ഇവിടുത്തെ കാര്യസ്ഥന്റെ മകളാ. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഹായ്, ഞാൻ ദുർഗ. ഞാൻ കല്യാണി. ദുർഗ, ഇത് തന്റെ റൂമാ. പിന്നെ ദുർഗ, ഞാനിപ്പോ പോകും. എനിക്ക് ടൗണിൽ പോയി കുറച്ച് സാധനം വാങ്ങാണ്ട്. നമുക്ക് സാവകാശം പരിചയപ്പെടാം. ആ, ശരിയിടോ. ആ, ഒന്ന് അച്ഛൻ എന്നെ വിളിക്കാം. ഹലോ അച്ഛാ. ആ, നിങ്ങളവിടെ എത്തിയോ? ആ അച്ഛാ, ഇപ്പൊ എത്തിയുള്ളൂ. അച്ഛനെ കണ്ടോ? ഓ, ഞങ്ങള് വരാൻ കാത്തുന്നാന്ന് തോന്നുന്നു പുറത്തേക്ക് പോവാൻ. ഞങ്ങള് വരെയും ചെറിയച്ഛനോട് എന്തൊക്കെയോ പരിഭവം പറഞ്ഞ് പുറത്തേക്ക് പോയി. അച്ഛനങ്ങനെ. പിന്നെ അമ്മ എന്തു പറഞ്ഞു? മുത്തശ്ശി അടിപൊളി, കാമൻ കൂ. ഒരു മിനിറ്റ് അച്ഛാ, പുറത്താരോ ഡോറിന് തട്ടുണ്ടെന്ന് തോന്നുന്നു. മുത്തശ്ശി. ഞാൻ അകത്തേക്ക് കയറട്ടെ? ആ മുത്തശ്ശി, വരൂ. ഫോൺ ചെയ്യായിരുന്നോ? ആ, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതായിരുന്നു. എൻ്റെ വീട്ടിലിറക്കിയുള്ള വീട്ടില് അച്ഛനും അമ്മയും. മോളുടെ പേരെന്താ? ദുർഗ. അച്ഛൻ്റെയോ? വിശ്വനാഥൻ. അച്ഛനെന്താ ചെയ്യുന്നേ? അച്ഛൻ ചെറുതായിട്ടൊരു ബിസിനസ് നടത്താൻ. അവരോട് പറഞ്ഞേക്ക് ടെൻഷൻ അടിക്കണ്ട, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ആ മുത്തശ്ശി. എന്നാ ഫ്രഷ് ആയിട്ട് താഴോട്ട് വാ, ഫുഡ് റെഡി ആയിട്ടുണ്ട്, കഴിക്കാം. ആ, ആ. എന്തായി, അമ്മ പോയോ? അച്ഛൻ മുത്തശ്ശിയുടെ സൗണ്ട് കേട്ടില്ലേ? ഉം. ആ, അവർക്ക് രണ്ടുപേർക്കും നിങ്ങളിവിടെ അല്ലാത്ത നല്ല വിഷമമുണ്ട്. ഏട്ടാ, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ. എടി, അവിടെ കുഴപ്പമൊന്നും ഒപ്പിച്ചെത്തരുത്, കേട്ടിക്കല്ലേ? എന്റെ അമ്മ ഇത് എത്രാമത്തെ തവണ എങ്ങനെ പറയുന്നേ? ആ, ഞാൻ പറയും, എനിക്ക് നിന്നെ വിശ്വാസമില്ല, അതുകൊണ്ടാ. ഓ, അമ്മ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്നെ എന്റെ അച്ഛനെ വിശ്വസിച്ചോളൂ. ഈ കാര്യത്തിൽ എന്നേക്കാൾ വിശ്വാസക്കുറവ് നിന്റെ അച്ഛനായിരിക്കും. അച്ഛാ, നീ ഫോണിൽ കൂടി തള്ളിക്കണ ഫോൺ തന്നെ. മോള് ഫ്രഷ് ആയി താഴോട്ട് ചെല്ല്, മുത്തശ്ശി വന്ന് വിളിച്ചല്ലേ, പോയി ഭക്ഷണം കഴിക്കും. അച്ഛാ, രാത്രി വിളിക്കാം. എന്നാലും അവിടെ തൊട്ട പോയതായിരിക്കും. ശക്തിയോടൊന്ന് ചോദിച്ചാലും വേണ്ട, പിന്നെ അതിന്റെ വിത്തും പേരും ഒക്കെ പറയേണ്ടി വരും. ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്താ ഇപ്പൊ ഒരു വഴി? ഏട്ടാ, ഞാൻ പുറത്തു പോവാണ്. ആ, അല്ല, നീ അവരുടെ കൂടെ പോകുന്നു? രാഹുൽ വരാന്ന് പറഞ്ഞു, അവരുടെ കൂടെ പോവാം. അവരെയൊന്നും നിന്റെ മറ്റ് ഫ്രണ്ട്സുകൾ ആരും വരുന്നില്ല? അവരിവിടെ എല്ലാം തോന്നേട്ടാ. കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് പോയതാണെന്ന് തോന്നുന്നു. ആ, അവരെന്തേ ചെയ്യട്ടെ, നീ നേരത്തിന് വരണം കേട്ടോ. ആ ഏട്ടാ, ആ ശരി. അപ്പൊ ട്രിപ്പ് പോയതാണ്. അവളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ അല്ലാണ്ട് അവള് ആരെ കൂടെയാ പോയത്? ആ, എന്തായാലും നാളെ മറ്റന്നാളെ ഞാനും നാട്ടിലേക്ക് പോകില്ലേ, നോക്കാം. അവൾ പോയി വരട്ടെ. വിഷ്ണുട്ട, നിങ്ങൾ എന്തെങ്കിലും നുള്ളി കളിക്കുന്നത്? വേഗം കൂടെ കഴിച്ച് എനിക്ക് കിടക്കാനുള്ളതാ. എടി, അവളില്ലാത്തോണ്ട് ഭക്ഷണം ഇറങ്ങുന്നില്ല. ഓ, എങ്ങനെയാച്ചാ അവളെ കെട്ടിച്ചയച്ച എന്തായിരിക്കും അവസ്ഥ? എടി, അവളവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലായിരിക്കില്ലേ? അക്കാര്യത്തിൽ എനിക്ക് ഒരൊപ്പം പറയാൻ പറ്റില്ല. നിങ്ങളുടെ അല്ല മകളും. അതെന്താടി എന്റെ സ്വഭാവത്തിനൊന്നും കുഴപ്പം? വെറുതെ വേണ്ടാത്ത കാര്യത്തിൽ സൈഡ് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സ്വഭാവമല്ലേ? അതന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓ, ഇനി എന്നെ പറഞ്ഞു, നിന്റെ വീട്ടുകാരന്റെ സ്വഭാവം തീരെ അവൾക്ക് കിട്ടിയില്ല. വേണ്ടാണ്ട് എന്റെ വീട്ടുകാർ ഇതിൽ ഇടപെടുത്തിയാലുണ്ടല്ലോ. ഓ, വേണ്ടാണ്ട് എനിക്ക് അച്ഛൻ ഉണ്ടാക്കണ്ട. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ ഈ ഭക്ഷണം കഴിക്കും, അത്രയല്ലേ ഉള്ളൂ. ദുർഗ, വാ, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? എല്ലാരും നിന്നെ കാത്തിക്ക.
എടി വന്നേരല്ലേ ഒരു ഫുഡ് കഴിച്ചത്, ഇനിയിപ്പോ ഒന്നും പോയില്ല. മോളെ വേണമെങ്കിൽ വന്നു, എത്ര കഴിഞ്ഞ ഇവിടെ ഫുഡ് കിട്ടില്ല. ഞാൻ കിച്ചണിൽ പോയി കഴിച്ചോളാം. ദുർഗ, നീ ഇവിടെ വരുന്നതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞു ഇവിടെ കുറച്ച് ചിട്ടവട്ടങ്ങൾ ഉണ്ടെന്ന്. രാത്രി 8 മണി നേരം സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഫുഡ് കഴിച്ചിരിക്കണം. അതിനുശേഷം പോയാൽ പിന്നെ ഫുഡ് കിട്ടില്ല. സോ എന്തൊരു കഷ്ടാണിത്. ആ ഞാൻ വരാം. എന്തു പറ്റി ദുർഗ, നീ എന്തൊന്നും കഴിക്കാത്തെ? വന്നപ്പോ കഴിച്ചതല്ലേ, അതുകൊണ്ട് വിശക്കുന്നില്ല. പിന്നെ സാധാരണ ടൈമിൽ ഞാൻ ഡിന്നർ കഴിക്കാറില്ല. എന്നാ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ശീലിക്കണം. എന്താങ്കിൽ നീ ഇവൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? എല്ലാം അവളോട് പറഞ്ഞു കൊടുത്തില്ലേ? എന്നാ എനിക്ക് മതി, ഞാനത് നേക്കാം, നിങ്ങൾ കഴിച്ചോ. എടി വെറുതെ എന്നെ കൊലക്കി കൊടുക്കരുത്. എങ്ങനെയുണ്ട് ഇവിടെ നിനക്ക് ഇഷ്ടമായോ? എടി ഇത് വീടോ അതോ കൊട്ടാരം? മുത്തശ്ശൻ ഇത്രയ്ക്ക് റിച്ചായിരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ കണ്ടതെല്ലാം വിട്ടിറങ്ങിട്ടാ നിന്റെ അച്ഛനും എന്റെ അച്ഛനെ വീട് വിട്ട് ഇറങ്ങിയത്. സത്യം, എന്ത് വലിയ വീടാ. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ അമ്മയുടെ വീട് കണ്ട് എന്തു പറയും? ചെറിയച്ച, എന്താണ് രണ്ടുപേരും കൂടി ഇവിടുത്തെ വീടിന്റെ അളവെടുക്കാണോ? ഈ ഒന്നുമില്ല, നിങ്ങൾ വെറുതെ ഓരോന്ന്. മോളെ ദുർഗ, നിനക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയും ഈ വീടും ഒക്കെ ഇഷ്ടമായോ? ആ ചെറിയച്ച, പക്ഷേ മുത്തശ്ശൻ കുറച്ച് കർക്കശക്കാരനാണെന്ന് തോന്നുന്നില്ലേ? ചില കാര്യങ്ങൾ ചെറിയ കർക്കശക്കാരനാണെങ്കിലും നിന്റെ മുത്തശ്ശൻ ഒരു ശുദ്ധനാണ്. കുടുംബത്തിനും സൗഹൃദത്തിനും ഒരുപാട് വില നൽകുന്നവനാ. എന്നിട്ടാണ് അച്ഛൻ അവിടുന്ന് ചവിട്ടി പുറത്താക്കി. അന്ന് നിന്റെ മുത്തശ്ശന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതേ ചെയ്യൂ. പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തണുപ്പ് കൊള്ളണ്ട, അകത്ത് ചെന്ന് കിടക്ക്. നാളെ നേരത്തെ എഴുന്നേക്കണ്ട. അത് മാത്രമാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അക്കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല മകളെ. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതല്ലേ. നോക്കാം. എടാ രാഹുലെ, നീ വന്നു. ഞാൻ എത്ര നേരം ഇവിടെ ഇരിക്കുന്നെന്ന് അറിഞ്ഞു. സോറിടാ, ഏട്ടന്റെ കൺവെട്ടിച്ച് പോരാന്ന് വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. അവസാനം ഏട്ടന്റെ മുന്നിൽ കൂടി തന്നെ ഇറങ്ങി വരേണ്ടി വന്നു. നീ രണ്ടു പകടിക്കുന്നു. ആ താങ്ക്സ്. എന്തു പറ്റി? രണ്ടെണ്ണം അടിച്ചോണ്ട് അങ്ങോട്ട് ചെന്ന എന്റെ അവസ്ഥ എന്തായിരിക്കും നിനക്കറിയില്ലേ? ഓ അങ്ങനെ. അല്ലടാ, അങ്കിനെയും ദുഃഖയും എങ്ങോട്ടാ പോയി നിനക്കറിയൂ? ഞാൻ വിളിച്ചിട്ടാണെച്ചാൽ രണ്ടാളും എടുക്കുന്നില്ല. അങ്കിത വീട്ടിലേക്കാ പോകുന്നതെന്നാ പറഞ്ഞേ. ദുർഗയുടെ കാര്യം എനിക്കറിയില്ല. കുറച്ച് ദിവസം അവൾക്കൊരു ചേഞ്ച് പോലെ. ഇപ്പൊ എന്നെ വിളിക്കാറ് പോകുന്നില്ല. എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. ആ അറിയില്ല. എന്തായാലും ഞാനൊന്ന് അങ്കിതയെ വിളിച്ചോക്കട്ടെ. ശക്തിയാണല്ലോ. നീ എടുക്ക്. ഹലോ ശക്തി. ഓ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്ത് പറ്റിയടാ? അന്ന് കോളേജ് കഴിഞ്ഞ ശേഷം വിളിച്ചില്ലല്ലോ. എവിടെയാ? ഞാനോ? ഞാൻ എന്റെ തറവാട്ടിലല്ലേ. ആണോ? ഇനിയെന്നാ വരിക? ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരും. ആ പിന്നെ നീ ദുർഗയെ വിളിച്ചു നോക്കിയോ? ഓ, അവള് ഇന്ന് രാവിലെ കൂടി എന്നെ വിളിച്ചതാണല്ലോ. ആണോ? ഞങ്ങളെ വിളിച്ചിട്ട് എടുത്തില്ല. എവിടെയാണുള്ളത്? അവളോ? അവളുടെ കൂടെ +2 പഠിച്ച ഫ്രണ്ട് UK വന്നിട്ടുണ്ട്. അവളുടെ കൂടെ ഏതോ ട്രിപ്പിന് പോയതാന്നാ പറഞ്ഞത്. ആ എന്നാ അതായിരിക്കും വിളിച്ചിട്ട് കിട്ടാന്. അല്ല, അവള് ഫാമിലി ട്രിപ്പ് പോവാന്നല്ലേ എന്ന് പറഞ്ഞ്? അത് പെട്ടെന്ന് അവള് പ്ലാൻ ചേഞ്ച് ചെയ്ത്, അതായിരിക്കും. നിങ്ങളോട് പറയാൻ വിട്ടുപോയതായിരിക്കും. ആ എന്നാ അവളെ വിളിച്ചിട്ട് കിട്ടിയ ഒന്ന് പറ, ഞങ്ങളെന്ന് വിളിക്കാൻ. ഞാൻ പറയുന്നുണ്ട്. എന്നാ ശരിയുടെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവന് അസ്ഥിക്ക് വിളിച്ചിരിക്കാൻ തോന്നുന്നു. അവൻ നിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ച്, അല്ലാണ്ട് എന്നെ വിളിച്ചോ തന്നെ. ആയിക്കോട്ടെ. നീ എന്താ അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഒന്നുമില്ലടി, ഇനി ഭാവിയിൽ ചിലപ്പോൾ അവരെ വെറുക്കേണ്ടി വന്നാലും അധികം അടുപ്പിക്കാത്തല്ലേ നല്ലത്. ഇപ്പോഴാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ പറിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടായാലും. അത് പോട്ടെ, യാത്രയില്ലേ, നീ കടന്നു. ഗുഡ് നൈറ്റ്, നാളെ കാണാം. അത് വിവേകല്ലേ? ഇവിടെ അവിടെ ആ കോർണർ എന്നിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. എടാ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. എടാ നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. എടാ സത്യമായിട്ടും അവന്റെ കൂടെ ഒരു പെണ്ണു കൂടി ഉണ്ടായിരുന്നു. പെണ്ണോ? അതേടാ, ഞാൻ കണ്ടതാ. നീ വന്നേ. ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നേ. എന്നിട്ട് നീ ആ പെൺകുട്ടിയുടെ നോക്കുന്നുണ്ടോ? ഇല്ലടാ, ഇതിനുള്ളിൽ ഇരുടായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല.
ഛെ, ഇനിയിപ്പോ എന്താ ചെയ്യും? അവരെ കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ പേരിൽ തീർച്ചയായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുകയായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഇനിയിപ്പോ എന്തായാലും ലേറ്റ് ആയില്ലേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. ഏട്ടൻ കാത്തിരിക്കും. നീ ചെല്ലി, ഞാൻ കുറച്ചുകൂടി ഇവിടെ ഇരിക്കട്ടെ. ഹായ് ബ്രോ, വാട്ട് എ കോയിൻസിഡന്റ്. അനു, നീ എന്താ ഇവിടെ? ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ. നിങ്ങൾ പറഞ്ഞിട്ടില്ല രാത്രി ക്ലബ് പബ്ബിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. നീ എന്താ പറഞ്ഞ അനുസരിക്കാത്തേ? ഏട്ടാ, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും അനുസരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ജീവിക്കുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അനു, വളരണ്ട, ഞാൻ പോവാം. അടുത്ത ആഴ്ച വീട്ടിൽ വെച്ച് കാണാം. ബൈ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഫ്രണ്ട്സുണ്ട്. ശക്തി, നീ എത്ര നേരെ പോയിട്ട്? ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ നോക്കിയിരുന്നു. സോറി ഏട്ടാ, രാഹുലിനോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. നീ എന്തേ കഴിച്ചോ? ഇല്ല. എന്നാ ഡൈനിങ് ഹാളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടന്നു. പിന്നെ വിവേകിനെ കാറിൽ വെച്ച് കണ്ടാൽ ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ നോക്കുമ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടെത്തും. അത് കിട്ടിയ ചിലപ്പോൾ ദുർഗയെ കല്യാണത്തിന് രക്ഷപ്പെടുത്താൻ സാധിച്ചാലും ഇല്ലേ വേണ്ട. ഇനി ഞാൻ കണ്ടത് വിവേകിനുണ്ടെങ്കിലോ. നീ എന്താ അവിടെ നിന്ന് പിറവിക്കുന്നത്? ഒന്നുമില്ല കേട്ടോ. എന്നാ കഴിച്ചിട്ട് കൈ കൊടുക്കും. ഐ എം സോറി ഫോർ യെസ്റ്റർഡേ. നിന്നെ കിട്ടാൻ വരുന്ന മറ്റൊരാളെന്നല്ല, ഈ ലോകത്തൊരുത്താൻ ഞാൻ വിട്ടുകൊടുക്കില്ല. നീ എൻ്റേത് മാത്രം. സോ പിന്നെ ചെന്ന് കിടന്നുറങ്ങാനും സമ്മതിക്കില്ലേ? പകലോ ശല്യം ചെയ്യും, രാത്രി ഉറക്കത്തിലെങ്കിൽ എന്നെ വെറുതെ വിട്ടോളൂ. നിന്റെ ഈ കണ്ണുകളെ പാറു, ഇന്ന് അവളെ ഞാൻ വെറുക്കാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം